നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഒരു ക്രീമി ചിക്കനാണ്, ജപ്പാൻ ചിക്കൻ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റോടുകൂടി ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല കോൺഫിഡൻസിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. ബോൺ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കാം. നമുക്ക് കോൺഫ്ലോർ ആവശ്യമാണ്. നമ്മളതിനായിട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം അളവിൽ 4 ടേബിൾ സ്പൂൺ മൈദയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതൊരു 1/4 ടീസ്പൂണാണ് എടുത്തത്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളെടുത്തു. ഇനി അതിലേക്കെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് കോൺഫ്ലോർ എടുക്കാം. കോൺഫ്ലോർ 4 ടേബിൾ സ്പൂണാണ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മൈദ 4 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ചായിട്ട് ഒരുമിച്ച് വെള്ളം ചേർക്കണ്ട. അപ്പോൾ ഒരു ബാറ്റർ ഉണ്ടാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം ഇത് വെക്കണം. ഒരു അരമണിക്കൂർ മിനിമം വെക്കണം. അതിനിടയിൽ നമുക്കൊരു കാര്യം ചെയ്യണം. ഒരു 20 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാനായതുകൊണ്ട് എടുത്തിട്ട് ഓരോന്നായിട്ടിട്ട് ഇത് 2 വശവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ചു. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ബട്ടർ ഇങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് കീറിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.25 കപ്പ് തിളച്ച പാലാണ്, തിളച്ച് തണുത്ത പാൽ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ്, നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഗ്രേവി ഒന്ന് തിക്കായി വരും. നമ്മൾ അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ചേർത്തുകൊണ്ട് തന്നെ ഇതുപോലെ ആയി വരും. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം കുറച്ചുകൂടെ ആ ചൂട് കിടന്ന് കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും. ഇനിയിപ്പോൾ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓഫ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ജപ്പാൻ ചിക്കൻ, ക്രീമി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മുന്നേ ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ എന്തായാലും ഒരു അടിപൊളി ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ നാടൻ രീതിയിലൊക്കെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.